പ്രിയ സ്നേഹിതരെ, വിശ്വാസിയായ ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം രണ്ട് രാജ്യങ്ങളോട് അവന് കടപ്പാടും പ്രതിബദ്ധതയും വേണം. വിശ്വാസി എന്ന നിലയിൽ ദൈവരാജ്യത്തോടും, പൗരൻ എന്ന നിലയിൽ ഈ ലോകത്തിലെ രാജ്യത്തോടും. ഒന്ന് ആത്മീയമാണ്, മറ്റൊന്ന് ഭൗതികമാണ്. വിശ്വാസി ഈ ലോകരാജ്യത്ത് താമസിക്കുന്ന പൗരന്മാരാണെങ്കിലും ദൈവരാജ്യത്തിൻ്റെ അവകാശികളുമാണ്. മിക്കപ്പോഴും ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിൽ സംഘർഷങ്ങളോ ഭിന്നതകളോ ഉണ്ടാകാറില്ല. വന്നാൽ നാം ആരുടെ പക്ഷത്ത് നിൽക്കും? രാജ്യത്തിൻ്റെ നിയമം, ദൈവത്തിൻ്റെ കൽപ്പനകൾ ഘടകവിരുദ്ധമാകുമ്പോൾ നാം ആരെയാണ് അനുസരിക്കേണ്ടത്? ഉചിതമായ ഉത്തരം കിട്ടാൻ ദാനിയേലിൻ്റെ 3-ാം അധ്യായം വായിക്കണം. രാജാവിൻ്റെ അനുശാസനം ദൈവഹിതത്തിന് വിരുദ്ധമാകുമ്പോൾ ചിലർക്ക് സംഭവിക്കുന്ന ദുരന്താനുഭവം അതിലുള്ളടക്കം. അവിശ്വാസി കൂടുതലായി ജീവിക്കുന്ന ഈ ലോകത്ത് വിശ്വാസം നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളാണ് അത് വിവരിക്കുന്നത്. ബാബിലോൺ രാജാവായ നബൂഖദ്നേസർ ഒരു വലിയ സ്വർണ്ണപ്രതിമയുണ്ടാക്കുകയാണ്. തൻ്റെ എല്ലാ അനുചരന്മാരെയും ഒരുമിച്ച് വിളിച്ചുകൂട്ടി എല്ലാവരും പ്രതിമയെ കുമ്പിട്ട് ആരാധിക്കുവാൻ ആജ്ഞാപിക്കുകയാണ്. വാദ്യമേള തുടങ്ങിയപ്പോൾ 3 ഹെബ്രായ യുവാക്കളായ ഷദ്രാക്ക്, മെഷക്, അബ്ദനേഗോ എന്നിവരൊഴികെ എല്ലാവരും കുമ്പിടുന്നു. അവരുടെ അനുസരണക്കേട് കണ്ട് രാജാവ് അവരകത്തേക്ക് വിളിച്ച് കുമ്പിടുവാൻ വീണ്ടും അവസരം നൽകുകയാണ്. അവർ രണ്ടാമത് വിസമ്മതിച്ചപ്പോൾ അവൻ അവരെ ഒരു തീച്ചൂളയിലേക്ക് എറിയുന്നത്. രാജാവിനെയല്ല, ദൈവത്തെ ആ 3 ഹെബ്രായ യുവാക്കൾ അനുസരിക്കാൻ തയ്യാറായത്. മരണഭയം അവർക്കില്ലായിരുന്നു. അവരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ വിശ്വാസത്തിന് അത്രയ്ക്ക് അടിത്തറയുണ്ടോ? ലോകത്തിന് മുമ്പിൽ പലപ്പോഴും വെട്ടുവീഴ്ച ചെയ്യുന്ന വിശ്വാസമല്ല നമുക്കുള്ളത്. ഒന്നും നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള വിശ്വാസ സാക്ഷ്യം പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നേയില്ല. വിശ്വാസത്തിൻ്റെ പേരിൽ ജോലി നഷ്ടപ്പെടുത്താനോ, അധികാരിക്ക് അപ്രിയരാകാനോ, സുഹൃത്തുക്കളുടെ പരിഹാസപാത്രമാകാനോ, പങ്കാളി അകന്നു പോകാനോ നാം ഒരിക്കലും ആഗ്രഹിക്കുന്നേയില്ല. ഓർക്കണം, മനുഷ്യ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ആ ഹെബ്രായ യുവാക്കൾ ദൈവവിശ്വാസത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് തീച്ചോലയിൽ നിന്ന് പോലും കർത്താവരെ രക്ഷിക്കുകയാണ്. അതുകൊണ്ട് രാജാവ് അവരെ ചൂളിൽ നിന്ന് മോചിപ്പിക്കുന്നു, അഭിനന്ദിക്കുന്നു. ചിലപ്പോഴെങ്കിലും ദൈവത്തോടുള്ള പ്രതിബദ്ധത കാത്തു സൂക്ഷിക്കുവാൻ അധികാരം അടിച്ചേൽപ്പിക്കുന്ന സ്വത്ത് നിയമങ്ങളെ അവഗണിക്കേണ്ടി വരുമെന്നേ. പ്രഥമമായി ക്രിസ്ത്യാനികൾ നിയമം അനുസരിക്കുന്ന പൗരന്മാരായി നിൽക്കേണ്ടവരാണ്. ഒരു വിശ്വാസിയെ പൗരനെ സംബന്ധിച്ചിടത്തോളം അവന് ദൈവത്തോടും സ്വന്തം രാജ്യത്തോടും പ്രതിബദ്ധത ഉണ്ടായിരിക്കണം. എന്നാൽ നാം ദൈവത്തോട് വിശ്വസ്തരാകുവാൻ തീരുമാനിച്ചാൽ അവൻ നമുക്കായി ഒരുക്കിയിരിക്കുന്ന വഴി സുഗമമായിരിക്കില്ലെന്നേ. He does not promise us an easy road if we decide to be faithful to him. മനുഷ്യൻ്റെ നിയമങ്ങൾ ദൈവത്തിൻ്റെ നിയമവുമായി സംഘർഷത്തിൽ വരുന്ന നിമിഷങ്ങൾ വരുമെന്നേ. നാം അപ്പോൾ ആരുടെ പക്ഷത്ത് നിൽക്കുമെന്നതാണ് നമ്മുടെ വിധി നിർണ്ണയിക്കാൻ പോകുന്നത്. ആമേൻ.